നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ആൾക്കൂട്ട വിചാരണയ്ക്കും മർദ്ദനത്തിനും ഇരയായ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്ത സംഭവം കേരളക്കരയാകെ നടുക്കിയ വാർത്തയായിരുന്നു. ഇതിനോടകം തന്നെ നിരവധി പ്രമുഖർ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരുന്നു. ഇപ്പോഴത്തെ ഈ വാർത്തയോട് പ്രതികരിച്ച് നടി നവ്യ നായർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. കരുണയില്ലാത്ത ഈ റാഗിംഗ് ദയവ് ചെയ്ത് നിർത്തുവെന്നും ഇത്ര മനുഷ്യത്വമില്ലാത്തവരായോ നമ്മുടെ കുട്ടികളെന്നും താരം പറയുന്നു. യാതൊരു രാഷ്ട്രീയവും ഇല്ലാതെ ഒരമ്മ എന്ന നിലയിൽ ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും താരം ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: RIP സിദ്ധാർത്ഥ്. എന്തൊക്കെ പ്രതീക്ഷകളോടെയാണ് മക്കളെ നമ്മൾ പഠിക്കാൻ വിടുന്നത്? കരുണയില്ലാത്ത ഈ റാഗിംഗ് ദയവ് ചെയ്ത് നിർത്തൂ. ഇത്ര മനുഷ്യത്വം ഇല്ലാത്തവരായോ നമ്മുടെ കുട്ടികൾ? ഞങ്ങൾ മാതാപിതാക്കൾക്ക് മക്കൾ ജീവനാണ്, പ്രാണനാണ്. കൊല്ലരുതേ. ഏറെ വേദനയോടെ ഒരു രാഷ്ട്രീയവും ഇല്ലാതെ ഒരമ്മ എന്ന നിലയിൽ ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഈ പോസ്റ്റിന്റെ താഴെ സംഘി കമ്മി കൊമ്മി എന്നൊക്കെ പറഞ്ഞ് പിറകെ വരരുത് എന്ന അപേക്ഷയെന്നാണ് നവ്യ നായർ പറഞ്ഞത്. അതേസമയം സിദ്ധാർത്ഥൻ അനുഭവിച്ചത് അതിക്രൂര പീഡനമാണെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 12-ാം തീയതി സിദ്ധാർത്ഥൻ സഹപാഠിയോട് മോശമായി പെരുമാറിയതായി ആരോപണമുയർന്നു. വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് സിദ്ധാർത്ഥനെ പരസ്യമായി വിചാരണ നടത്തിയിരുന്നു. പിന്നീട് വീട്ടിലേക്ക് പുറപ്പെട്ട സിദ്ധാർത്ഥനെ തിരിച്ചു വിളിച്ചു വരുത്തുകയായിരുന്നു. കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാം എന്ന് പറഞ്ഞാണ് ഫോണിൽ വിളിച്ചത്. ഹോസ്റ്റലിലെ അലിഖിത നിയമം അനുസരിച്ച് ഒത്തുതീർപ്പാക്കാമെന്നാണ് പറഞ്ഞത്. തിരിച്ചെത്തിയ സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് എങ്ങും പോകാൻ അനുവദിച്ചില്ല. 16-ാം തീയതി സിദ്ധാർത്ഥനെ തടങ്കലിൽ പാർപ്പിച്ചു. രാത്രിയോടെ ക്രൂരമായി മർദ്ദിച്ചു. അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ബെൽറ്റ് കൊണ്ടും കേബിൾ വയറുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും അതിക്രൂരമായി മർദ്ദിച്ചു. 16-ാം തീയതി രാത്രി 9 മണിക്ക് ആരംഭിച്ച മർദ്ദനം 17-ാം തീയതി പുലർച്ചെ 2 മണി വരെ നീണ്ടു. ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയി മർദ്ദിച്ചിരുന്നു. പൊതുമധ്യത്തിൽ പരസ്യ വിചാരണ നടത്തുകയും അപമാനിക്കുകയും ചെയ്തതിനെ തുടർന്ന് മരണമല്ലാതെ മറ്റൊരു മാർഗമില്ലാത്ത സാഹചര്യത്തിലേക്ക് സിദ്ധാർത്ഥനെ പ്രതികൾ എത്തിച്ചു. 18-ാം തീയതി ഉച്ചയോടെ സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ കൊലപാതക സാധ്യത അന്വേഷിക്കുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ഇതിനിടയിൽ മകന്റെ കൊലയാളികൾ ക്യാമ്പസിലെ SFI നേതാക്കളാണെന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ആവർത്തിക്കുകയാണ്. എന്നാൽ സംഭവത്തിൽ രാഷ്ട്രീയ ബന്ധമില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണവാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള നിരവധി പേരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. രൂക്ഷ പ്രതികരണവുമായാണ് സംവിധായകൻ അരുൺ ഗോപി രംഗത്തെത്തിയത്. കൊലയ്ക്ക് പിന്നിലുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്നും ആരെയും വെറുതെ വിടരുതെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ ശേഷം ആത്മഹത്യയാണെന്നും വരുത്തി തീർത്തുവെന്നും ഇല്ലാത്ത കഥകൾ ചമച്ച് സിദ്ധാർത്ഥനെ വീണ്ടും വ്യക്തിഹത്യ ചെയ്യുകയാണെന്നും അരുൺ ഗോപി ആരോപിച്ചു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.